ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇതില്ലേ, ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചട്ടി പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് കുറേ സമയമായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇതൊരു പരീക്ഷണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 90% വരെ ഞാൻ സക്സസ്സും കൂടി ആയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു മിസ്റ്റേക്സൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ ഒന്ന് അപ്ലോഡ് ആക്കാം. അങ്ങനെ ഞാൻ ഇത് ഒക്കെ പ്രിപ്പയർ ആക്കുന്ന ആ ഒരു നേരമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഇതിലേക്കൊരു 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 അല്ല 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്നത് വാടിക്കൊടുക്കുന്ന ആ നേരത്ത് തന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് മിക്സിയിൽ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ ഒരു മസാലയും ചേർക്കാൻ പോകുന്നില്ല. കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ ഇതിലേക്ക് ഞാൻ മട്ടൺ മസാല ഒരു 5-6 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി പൗഡർ ഇല്ലേ, അത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാത്തത്. ഇതിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് ഇപ്പം ഞാൻ തീ മീഡിയമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഞാൻ ഇതിലേക്ക് മൂടി വെച്ചിട്ട് ഒരു 4 വിസിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മട്ടൺ മസാല ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 5-6 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇതിലിപ്പോൾ ടൊമാറ്റോ ഒക്കെ ഇട്ടതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ അതിലേ തന്നെ വരുമല്ലോ. അപ്പോൾ എനിക്ക് വലിയ ഒരു വെള്ളം പോലത്തെ കറി വേണ്ട, നല്ല തിക്കായിട്ട് ഇങ്ങനെ പൊറോട്ടയുള്ള ഇങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കറിയല്ലേ വേണ്ടത്. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ വാഴയിലൊക്കെ ഇങ്ങനെ കഴുകിയിട്ടില്ലേ ഒന്ന് വാടിപ്പിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ സ്റ്റൗവിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കുക. എനിക്ക് ഈ ജോലിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെ ഞാൻ വാഴയിലൊക്കെ വാടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊറോട്ടയാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. കാരണം ഞാൻ പാക്കറ്റ് പൊറോട്ടയില്ലേ അതാണ് വിളിപ്പിച്ചത്. അതുകൊണ്ട് അതിലേക്കിപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതിലേക്ക് പിന്നെ ഞാൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണല്ലോ ഇതൊന്ന് ദമ്മ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇതിനെ ചുട്ടെടുക്കാം. അങ്ങനെ ഞാൻ പൊറോട്ടയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി കറിയിൽ പൊറോട്ട വേണ്ടാത്ത എൻ്റെ മോൾക്ക് തേന് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തേൻ്റെ ബോട്ടിലും പിടിച്ചിട്ട് പൊറോട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലാക്കിയിട്ട് അതിനിങ്ങനെ റോളാക്കിയിട്ട് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൊറോട്ടയൊക്കെ ഇങ്ങനെ ചുട്ടിട്ട് അതിനിങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാൻ പോവാം. അങ്ങനെ അപ്പുറത്തെ എൻ്റെ ജോലിയും ചെയ്യുമ്പോൾ അവളും അവളുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതിനൊന്ന് ഫിനിഷ് ആക്കിയിട്ട് അവളെ അവിടെ നിന്ന് മാറിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ തന്നെ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതിന് റോളാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് അവൾ പോയതിന് ശേഷം ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാടി വെച്ചിട്ട് എടുത്ത വാഴയിലയില്ലേ അതിനൊന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. പിന്നെ ഇല്ലേ, എനിക്ക് ഇതിലൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ കുറേ നേരം ഞാൻ ഈ ചട്ടിയിൽ ഒരു 10-15 മിനിറ്റ് വരെ ഞാൻ ഇങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ ഏറ്റവും അവസാനത്തെ തട്ടിൽ വെച്ച ആ പൊറോട്ട ഇല്ലേ അതൊന്നും ഇങ്ങനെ ചട്ടിയിൽ കരിഞ്ഞു പോയി കേട്ടോ. അത്രയും നേരം വെക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനിതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാ. ഏത് പാത്രം വെക്കുമ്പോൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണമായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിട്ടോ ചട്ടി പൊറോട്ട എന്ന് പറയുന്നത്. ഇങ്ങനെ തേങ്ങാപ്പാലിലൊക്കെ കുതിർത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇൻഷാല്ലാ എനിക്കിത് വെറും ഒരു റെസിപ്പി വ്ളോഗായിട്ട് ഇൻഷാല്ലാ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ചാനലിലും കൂടി ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ വാഴയില ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാതെ ഇങ്ങനെ ദം വെക്കാറുണ്ട്. ഒരുപാട് ലെയറായിട്ട് ചട്ടിപ്പത്രമൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുന്നതും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് സെൻറ്ററിൽ മാത്രമായിട്ട് കറി വെച്ച് കൊടുക്കാം. കാരണം കറിൻ്റെ പൊറോട്ട കഴിക്കുന്നതിനേക്കാളും വെറും പൊറോട്ട കഴിക്കുന്നവരാണ് ഇവിടെ ഇഷ്ടം പിള്ളേർക്കൊക്കെ. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ലെയർ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ മാത്രം കറി വെച്ച് കൊടുത്തത്. പിന്നെ കറി വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം കുറച്ചിട്ട് തന്നെ കറി വെച്ച് കൊടുക്കുക. അതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വെച്ച കറി കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ടയിൽ അതും കൂടി കുറച്ച് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ എന്തായാലും 2 പാത്രം വെച്ചിട്ട് ഇങ്ങനെ ദം വെച്ച് കൊടുക്കണം. ദം വെച്ച് കൊടുക്കുമ്പോൾ മീഡിയമിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാത്തിനും ഒരു അളവുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിപ്പോൾ ചെയ്തത് അതായിരുന്നു. കുറച്ച് കൂടിപ്പോയ തേങ്ങാപ്പാലിനെ മുകളിൽ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ പിന്നെ എൻ്റെ പൊറോട്ടയില്ലേ അത് ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി. അത്രയും സോഫ്റ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞാൻ വെച്ച് കൊടുത്തു. അവസാനം മുകളിൽ ഒരു വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ദം വെക്കാൻ പോവാം. അപ്പോൾ ഈ പരീക്ഷണം നടത്തുമ്പോൾ അവരെന്താ പറയുന്നത് അതൊക്കെ ചെയ്യാൻ പോവുമല്ലേ. അങ്ങനെയാണിത് ഞാൻ ഇങ്ങനെ പൊത്തി വെച്ച് കൊടുത്തിട്ടില്ലേ ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ആവി പോകുന്ന ആ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റോളം വെച്ച് കൊടുത്തു. അതായത് എൻ്റെ മണ്ടത്തരം അത്രയും നേരം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇത് ഈ ചട്ടിയുടെ അടിയിൽ ഒരു പാനോ അല്ലെങ്കിൽ ദോശച്ചട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കണമായിരുന്നു. ദമ്മൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ പൊറോട്ടയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അടിഭാഗത്തുള്ളത് മാത്രമായിരുന്നു ഒന്ന് കത്തിപ്പോയത്. ഇതിപ്പോൾ എടുത്ത് കാണിക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മറിക്കുന്നതെന്ന് എനിക്ക് ആദ്യം അവസാനിച്ച് ഒരു പിടിയും കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇത് മൺപാത്രമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ഇത് മൺപാത്രത്തിൻ്റെ ഇങ്ങനെ കമഴ്ത്തിയെടുക്കുമ്പോൾ നമുക്ക് കേക്ക് ടീനിൽ നിന്ന് കേക്ക് വന്നതുപോലൊന്നും വരില്ല. ആദ്യം 2 റൈഡ് വന്നു, പിന്നെ ബാക്കിയുള്ളതും കൂടി വന്നു. അങ്ങനെ ഇത് അവസാനം വന്നപ്പോൾ ഇതാ ചട്ടി ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും പൊറോട്ട നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ചൂടോടെ ഉണ്ട്. അങ്ങനെയായിരുന്നു എൻ്റെ പരീക്ഷണമായിട്ടുള്ള ചട്ടി പൊറോട്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. എന്തായാലും നല്ല അടിപൊളി ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു. ബൈ.